ഇന്നലെ രാത്രി ഫ്ലാറ്റിൽ നിന്ന് വെളിയിൽ നിന്നിട്ട് വായുനോട്ടം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. ക്രിസ്മസ് ട്രീ വെക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളത്. കാരണം ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിലും ക്രിസ്മസ് ട്രീ ഇതേ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു രാത്രി നോക്കുമ്പോൾ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഓഫാണല്ലോ, എന്നാൽ പിന്നെ രാവിലെ തന്നെ പോയേക്കാം, നമുക്കും വാങ്ങാം ഒരു ട്രീ. മലയാളികളുടെ സ്വഭാവം അതാണല്ലോ. അയൽവക്കത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ഞാനും അങ്ങനെയൊന്നും അല്ല. പക്ഷേ ക്രിസ്മസ് ട്രീയുടെയും ക്രിസ്മസ് ലൈറ്റ്സിൻ്റെയും കാര്യത്തിൽ ഞാൻ കുറച്ച് അങ്ങനെയാണ്. കാരണം എല്ലാവരും ഇട്ട് തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ ഡിസംബർ ഒരു 1-ാം തീയതിയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സ്റ്റാർ നമ്മൾ ഇടാറ്, അല്ലേ, നാട്ടിലാവുമ്പോൾ. പക്ഷേ ഇവിടെ ഇവർ നവംബർ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലായിടത്തും ലൈറ്റുകളും ട്രീസും എല്ലാം തന്നെ വെച്ചതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. യൂറോപ്യൻസിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞങ്ങൾ UK-യിലായിരുന്ന സമയത്തും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ വരുന്നത് കുറച്ചധികം ലേറ്റായിട്ടാണ്. കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നോക്കി ഈ ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് ഞാൻ ഒരുപാട് സൂം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിലെത്തി. പക്ഷേ ഇവിടുത്തെ ട്രീസ് എല്ലാം ഭയങ്കര വലുതും നമ്മളുടെ കുഞ്ഞു ഫ്ലാറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ വേറെ സ്ഥലം വാങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു വലുപ്പത്തിലുള്ള ട്രീകളൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത കടയിൽ പോവാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇറങ്ങിയതെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സും ലൈറ്റ്സും പിന്നെ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ. ചെറിയ രീതിയിൽ നമുക്ക് ഒരു വട്ട് എന്നൊക്കെ പറയാം. നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇത് നോക്കി നടക്കുക എന്ന് പറയുന്നത് ഒരു വൈബ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസും ബ്ലാക്ക് ഫ്രൈഡേയും ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും അതിൻ്റെ ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലായിടത്തും കയറി വെറുതെ ഒന്ന് നടന്ന് നോക്കി നമ്മൾ അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത കട പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പെട്ടെന്നൊന്നുമല്ല, ഒരു 1 അവറൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ട്. എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. ആളുകളൊക്കെ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം ഇവക്കെന്താ വട്ടാണോ, എടുത്ത് തന്നെ പിന്നെയും എടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ എന്നെ നോക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോർണർ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണല്ലേ. ഈ ഒരു ട്രീയും അതിലെ ലൈറ്റ്സും അവിടെ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല സൂപ്പർ വൈബായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിലും ക്രിസ്മസ് കാലം പൊളിയല്ലേ, അത് ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഏരിയയിലും എനിക്ക് തോന്നുന്നു ഇത് ഒരു വൈബ് തന്നെയാണെന്ന്. അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിലെത്തി. അപ്പോൾ ഇവിടെ ഭാഗ്യത്തിന് നമ്മൾക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ട്രീ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് ട്രീ ആണ് നമ്മൾ വാങ്ങിച്ചതെന്നും അത് അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇവിടെ നമ്മൾക്ക് പല ടൈപ്പിലും പല ഡ്രസ്സിലും പല വലിപ്പത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള കുറേ സാന്റാസ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ആ സാഹസത്തിന് ഞാൻ മുതിർന്നില്ല. പിന്നെ ഇത് ഒരുപാട് സോളാർ ലൈറ്റ്സാണ്, നമ്മുടെ ഫെയറി ലൈറ്റ്സ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ ഓൾറെഡി ലൈറ്റെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിയില്ല. ഒരു ട്രീ മാത്രം എടുത്തിട്ട് Kmart എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോരുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രീ അറേഞ്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.